ഞാനിന്ന് വീട്ടാവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾ പറിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറിക്കാൻ എളുപ്പമുണ്ട്. എൻ്റെ ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മണ്ണും വേരും നാരും ഒക്കെ പോത്തക്ക രീതിയിൽ വൃത്തിയായിട്ട് നന്നായി എടുക്കുക. അതിനുശേഷം നന്നായിട്ട് 3-4 ആവർത്തി കഴുകിയെടുക്കുക. ഞാനൊരു 3-4-5 വട്ടം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു കുക്കറിലാണ് കേട്ടോ വേവിക്കണേ. അതിനായിട്ടൊരു 10 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്തേക്ക് ഇതിൻ്റെ വലിയ കഷ്ണങ്ങൾ നോക്കി അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വേവാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറുക്കുമീൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കുക്കറിൽ വേവിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കണ്ടല്ലോ, ആവിയിൽ തന്നെ വെന്ത് കിട്ടുമല്ലോ. കുറുക്കുമീൻ ക്യാൻസർ കോശങ്ങളെ തന്നെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. കുറച്ച് ബാക്കി വന്നേക്കുന്നത് ഞാനത് പച്ചയ്ക്ക് തന്നെ ഉണങ്ങി എടുക്കാനാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഏകദേശം ഞാൻ 1 ലിറ്ററോളം വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 10 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് ഏകദേശം ഇത്രത്തിന് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാം. ഒരു 3-4-5 പിസിൽ ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഏറെക്കുറെ വേവ് പരുവായിട്ടുണ്ട്. ഇത് വെന്തോന്ന് മനസ്സിലാവുന്നത് നമ്മളിതൊന്ന് എടുത്ത് ഒടിച്ച് നോക്കുമ്പം അതിൻ്റെ അകത്ത് ഒരു നൂൽ പരുവം വരും. അത്യാവശ്യം ഞെങ്ങ് കൊള്ളുകയും ചെയ്യും. ഒരു നൂൽ പരുവം ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഒരു നൂൽ പരുവം വരും കേട്ടോ. അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ടാവും കേട്ടോ. പല കുക്കറിലും പല വേവായിരിക്കും കേട്ടോ. ഞാനൊരു 5 പിസിലടിച്ചു, എന്നിട്ട് ഓഫ് ചെയ്ത് ആവി പോണ വരെയും വെച്ചിട്ട് എടുത്തതാട്ടോ. ഇനി നമുക്കിത് നന്നായി ഉണങ്ങിയെടുക്കാം. ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് ഏകദേശം ഒരു 3-4-5 10 ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടും കേട്ടോ.